ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് പറയാം. രണ്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 4 മുട്ടയ്ക്ക് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതുകൊണ്ട് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള വലിയ സവാള ആണെങ്കിൽ 3 എണ്ണം മതിയാകും കേട്ടോ. ഇനി അത് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിനോടൊപ്പം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആ സവാളയുടെ നിറം ഒന്ന് മാറി വരണ്ട, ചെറുതായിട്ടൊന്നൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതാണ് പരുവം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റാമേ. ഇതിനോടൊപ്പം ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ മീഡിയം സൈസ് സവാളയാണെങ്കിൽ 4 മുട്ട. ഓക്കെ, അപ്പോൾ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ വെക്കേഷനായിട്ട് വീട്ടിൽ നിൽക്കുകയില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു 4 മണിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഒരു ഏകദേശം നമ്മുടെ ഒരു പിസ്സ രൂപത്തിലൊക്കെ ഇരിക്കും. ഒരു ടൊമാറ്റോ സോസൊക്കെ വെച്ച് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം മക്കൾക്കാണെങ്കിലും ശരിയാണ്, ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രാവിലെ നമ്മൾ കാപ്പിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി ഉപയോഗിച്ച് കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട എല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കേട്ടോ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയാണ് ഇഷ്ടമെങ്കിൽ മൈദ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ സമയത്താണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുക. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുന്നത് കാശ്മീരി പൗഡറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടത്. അതറിയാമല്ലോ, കളറും കിട്ടും, എരിവും കുറവായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കറിയാലോ, ഓംലെറ്റ് ഒക്കെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം അടിച്ചെടുക്കില്ല, അതേപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. എന്നാലും നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സവാള തയ്യാറാക്കി അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് നമ്മുടെ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാ സൈഡും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ ചുറ്റൊന്ന് നമ്മുടെ തവി വെച്ച് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എള്ളുണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, എള്ളും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി നമുക്ക് മറിച്ചിട്ട് ബാക്ക് സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എന്നുവെച്ചാൽ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ലോ ഫ്ലെയിമിലിട്ടിൽ ഒരു മിനിറ്റ് കൊണ്ടുതന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അപ്പുറത്തെ സൈഡും 2 സൈഡും നമ്മൾ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈവനിങ് റെസിപ്പി, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒക്കെയാണ്. നമുക്ക് ഇതൊരു പിസ്സ രൂപത്തിൽ, ഞാൻ പറഞ്ഞല്ലോ പിസ്സ രൂപത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഒരു 4 പേർക്കോ 5 പേർക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കണക്കിനുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും നല്ല എന്താ വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യരുത്, കണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും അതിൻ്റെ കമൻസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ അതിൻ്റെ കമൻസൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ മുൻപോട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി റെഡിയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.